Good afternoon. Good afternoon, ma. Good afternoon, ma'am. Okay. സ്വല്പം മൈക്ക് പോയിട്ടാണ് ഇവിടെ നെറ്റിന് ചെറിയൊരു ഇഷ്യൂ വന്നു കേട്ടോ. അതുകൊണ്ടാണ് ലേറ്റ് ആയി പോയത് കേട്ടോ. ഓക്കെ. എല്ലാവരും ഊണൊക്കെ കഴിച്ചാ? ഫുഡൊക്കെ കഴിച്ച എല്ലാവരും? Yes, ma'am. ടീച്ചറിനെ ഗുഡ് ആഫ്റ്റർനൂൺ. കഴിച്ചു അല്ലേ? ഇനി ഒക്കെ വരാതെ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ നവ്യ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മള് പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ട്രൈ ആണല്ലോ, ചിലപ്പോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് നോക്കൊക്കെ കഴുകി വന്നിരിക്കണം അവിടെ ക്ലാസ്സിലേക്ക്, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം. ഓക്കെ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് തുടങ്ങിയ ചാപ്റ്റർ ഇതായിരുന്നു HRM സ്പെസിമെൻസ് ഓഫ് ഇന്റർവ്യൂ പാനൽ. HRM സ്പെസിമെൻസ് ഓഫ് ഇന്റർവ്യൂ പാനൽ. ഓക്കെ, ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മള് പഠിച്ച പോയിന്റുകൾ ഇതൊക്കെയായിരുന്നു. നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്, രണ്ടും ഒരേ സമയം ഒരുപോലെ മുന്നോട്ട് പോകണം അല്ലെ. രണ്ട് വഴിക്ക് പോകാൻ പാടില്ല, രണ്ടും ഒരുപോലെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനെ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ പഠിച്ചൊരു പോയിന്റ്. പിന്നെ നമ്മൾ പറഞ്ഞത് ആരാണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പീപ്പിൾ ഹു കോൺട്രിബ്യൂട്ട് എന്താണ് സ്കില്ല്, നോളജ് ആൻഡ് എഫർട്ട് ടു ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ആ ഒരു ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അവരുടെ സ്കില്ലും നോളജും അതുപോലെ തന്നെ എഫർട്ടും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോ ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ പോളിസികളും പ്രൊസീജിയറുകളും അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു ഗൈഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? HR മാനുവൽ എന്ന് പറയുന്നത്. അതാണ് HR മാനുവൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു HR മാനുവലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 34 പോയിന്റ് നമ്മൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ HR മാനുവലിൽ നമ്മൾ ബൈബിൾ ഓഫ് ഹ്യൂമൻ അല്ലെ HR, അതായത് നമ്മൾ HR മാനുവലിന് ബൈബിൾ എന്നാണ് അറിയുന്നത്. ബൈബിൾ ഓഫ് HR എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഈ പറയുന്ന HR മാനുവൽ ആണ്. അത് ചോദിക്കാം കേട്ടോ. HR മാനുവലിനെയാണ് ബൈബിൾ ഓഫ് HR എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട്. HR-ുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റെഫറൻസ് ഗൈഡാണ് ഇത് HR മാനുവൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കേട്ടോ. അത്രേ ഉള്ളൂ, കൺസെപ്റ്റ് അത്രേ ഉള്ളൂ കേട്ടോ. പഠിച്ചു നോക്കിയോ നിങ്ങള്? ക്ലിയർ ആണോ നിങ്ങൾക്ക്? അത്രയും ഭാഗങ്ങള്? അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കട്ടെ. ഞാൻ കുറച്ച് പതുക്കെയല്ല എടുക്കുന്നത്, ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നില്ല, തുടക്കമായതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലേക്ക് വന്നാൽ നമുക്ക് പതുക്കെ സ്പീഡ് കൂട്ടണം കേട്ടോ. കാരണം നമുക്ക് ഒത്തിരി പതുക്കെ പോയാൽ ശരിയാവില്ല. എന്തായാലും തുടക്കമായതുകൊണ്ട് ഇങ്ങനെ പോട്ടെ കേട്ടോ. നിങ്ങൾക്ക് അതിന്റെ കണ്ടന്റുകളൊക്കെ എന്തായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. നമുക്ക് അങ്ങനെ പോകാം. അപ്പോ ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ഫേസസ് ഓഫ് HR ആണ് കേട്ടോ. ഫേസസ് ഓഫ് HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഫേസസ് ആണ് നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ളത്. നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹാവ് ഡിഫറെന്റ് ഫേസസ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് പ്രധാനമായിട്ടും 4 ഫേസസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് 4 ഫേസസ് എന്ന് പറഞ്ഞാല്? പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ്, രണ്ടാമത്തത് റിക്രൂട്ട്മെന്റ് ഫേസ്, മൂന്നാമത്തത് പോസ്റ്റ് റിക്രൂട്ട്മെന്റ്, നാലാമത്തത് പോസ്റ്റ് എക്സിറ്റ്. ഏതൊക്കെയാണ് ആ 4 ഫേസസ്? ഏതൊക്കെയാണ്? പ്രീ റിക്രൂട്ട്മെന്റ്, അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ്, പോസ്റ്റ് റിക്രൂട്ട്മെന്റ്, അതുപോലെ തന്നെ പോസ്റ്റ് എക്സിറ്റ്. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ്, 4 ഫേസസ് ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോ പ്രീ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഒരു HR മാനുവൽ എന്ന് പറയുമ്പോൾ ആ ഒരു എംപ്ലോയിയുടെ
പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് തൊട്ട് എക്സിറ്റ് ഇന്റർവ്യൂ വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. നമ്മൾ വിചാരിക്കും ഒരു എംപ്ലോയി ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് തൊട്ടാണ് അവിടുത്തെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, റിക്രൂട്ട്മെന്റിന് മുൻപേ തന്നെ എന്തുണ്ട്, ഈ പറയുന്ന പ്രിപ്പറേഷൻസുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പ്രീ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ് എന്ന് പറയുന്നത് നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. അവിടെ എന്താണ് ശരിക്കും പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഹയറിംഗ് ആണ് അല്ലെ. ഹയറിംഗിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ നടത്തുന്ന ചില തയ്യാറെടുപ്പുകൾ, ചില പ്ലാനിങ്ങുകൾ, അത് കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയതിനു ശേഷമാണ് ഹയറിംഗ് ചെയ്യുന്നത്. ഓടിപ്പോയി അത് ഹയറിംഗ് ചെയ്യല്ല, അതിന് മുമ്പ് അത് എന്ത് ചെയ്യും, കുറെ തയ്യാറെടുപ്പുകൾ അവർക്ക് നടത്താനുണ്ട് അല്ലെ. അതാണ് പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ്. അതാണ് പ്ലാനിങ് ആൻഡ് പ്രിപ്പയറിംഗ് ദ ഹയറിംഗ് കേട്ടോ. ഹയറിംഗിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും പ്രിപ്പറേഷനും ആണ് കേട്ടോ. രണ്ടാമത്തത് വരുന്നത് റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ. രണ്ടാമത് വരുന്നത് റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആളുകൾ തെരഞ്ഞെടുക്കുകയാണ് അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. സെലക്ടിങ് ആൻഡ് എന്താണ് ഹയറിംഗ് ദ എംപ്ലോയീസ്. നമ്മൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, കറക്റ്റ് ആണ്. സെലക്ഷൻ ആൻഡ് ഹയറിംഗ് ദ എംപ്ലോയീസ്. അടുത്തത് എന്താണ്, പോസ്റ്റ് റിക്രൂട്ട്മെന്റ്. അപ്പൊ നോക്കി, പോസ്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്തു, ആളെ എടുത്തു, ഇനി എന്ത് വേണം, ആ ആളെ നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് അങ്ങ് കൂട്ടിച്ചേർക്കുന്ന ഒരു പരിപാടിയാണ് അല്ലെ പോസ്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇന്റഗ്രേറ്റിംഗ് ദ ന്യൂ എംപ്ലോയീസ് ഇൻടു ദ ഓർഗനൈസേഷൻ അല്ലെ. നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തേക്ക്, നമ്മുടെ ഓർഗനൈസേഷന്റെ ഭാഗമാക്കി മാറ്റുകയാണ് നമ്മള് ആ ഒരു എംപ്ലോയീസിനെ അല്ലെ. ഹയർ ചെയ്ത് എടുത്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ, ഇല്ല. ആ ഓർഗനൈസേഷന്റെ ഭാഗമാവണം. അവരുടെ കോഡ് ഓഫ് ബിഹേവിയറും അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷനും അവർക്ക് കൊടുത്തിട്ടുള്ള ജോബ് ഡെസിഗ്നേഷനും ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ എംപ്ലോയിയെ നമ്മുടെ ഓർഗനൈസേഷന്റെ ഭാഗമാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് പോസ്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് വരുന്നത്, പോസ്റ്റ് എക്സിറ്റ് ആണ്. പോസ്റ്റ് എക്സിറ്റ് എന്ന് പറയുന്നത് എന്താണ്, മാനേജിങ് എംപ്ലോയി ഡിപ്പാർച്ചർ ആണ്. മാനേജിങ് എംപ്ലോയി ഡിപ്പാർച്ചർ, എംപ്ലോയിയുടെ ഡിപ്പാർച്ചർ, അതായത് എംപ്ലോയി ആ ഒരു എന്താ പറയാ ഓർഗനൈസേഷൻ വിട്ടുപോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. എംപ്ലോയി അതായത് അവരുടെ ഫുൾ വർക്കിംഗ് കാലയളവ് അവർ ആ ഓർഗനൈസേഷനിൽ അവർ വർക്ക് ചെയ്യുന്നു, പിന്നെ അവർ എന്ത് ചെയ്യാണ്, അവർ ആ ജോലി വിരമിച്ചു പോകുന്ന ഒരു അവസ്ഥ. ചിലർ വിരമിക്കലാവും, ചിലർ പകുതിക്ക് റിസൈൻ ചെയ്തു പോകുന്നതാവാം, എന്തോ ആണെങ്കിൽ ആയിക്കൊള്ളട്ടെ. പോസ്റ്റ് എക്സിറ്റ് എന്ന് പറയുമ്പോൾ മാനേജിംഗ് ദ എംപ്ലോയീസ് ഡിപ്പാർച്ചർ ആണ് കേട്ടോ. ഓക്കെ, അതായത് എംപ്ലോയി ആ ഒരു എന്താ പറയാ ഓർഗനൈസേഷൻ വിട്ടുപോകുമ്പോൾ വരുന്ന മാനേജിങ്, അതിന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത്രയാണ് ഫേസസ് ഓഫ് HR എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് പ്രധാനമായിട്ടും 4 ഫേസസുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്, ഒന്ന് പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ്, രണ്ടാമത്തത് റിക്രൂട്ട്മെന്റ് ഫേസ്, പോസ്റ്റ് റിക്രൂട്ട്മെന്റ്, പോസ്റ്റ് എക്സിറ്റ്. ആ 4 ഹെഡിങ്സുകളും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങളോട് ചോദിക്കാം, ബട്ട് ആർ ദ നേച്ചർ അല്ലെ, നേച്ചർ ഫേസസ് ഓഫ് എ ഹ്യൂമൻ റിസോഴ്സ്. താഴെ തന്നിരിക്കുന്നതിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഫേസുകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് പ്രീ റിക്രൂട്ട്മെന്റ്, റിക്രൂട്ട്മെന്റ്, പോസ്റ്റ് റിക്രൂട്ട്മെന്റ്, പോസ്റ്റ് എക്സിറ്റ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് ഈ എല്ലാ ഫേസിനെ പറ്റിയൊന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. പക്ഷെ നമുക്ക് എന്തിനെ പറ്റി പഠിക്കണം, പ്രീ റിക്രൂട്ട്മെന്റിനെ പറ്റി പഠിക്കാനുണ്ട്. പ്രീ റിക്രൂട്ട്മെന്റ് ആണ് നമുക്ക് അധികം അറിയാത്ത കാര്യങ്ങൾ. റിക്രൂട്ട്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിങ്, പ്രൊബേഷണറി പീരീഡ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്കറിയാം. പക്ഷെ നമ്മൾ റിക്രൂട്ട്മെന്റിന് മുൻപ് നടത്തുന്ന ഒരു ഓർഗനൈസേഷനിലെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുൻപ് നടത്തുന്ന ചില തയ്യാറെടുപ്പുകളെ പറ്റിയിട്ട് നമുക്ക് അധികം വലിയ ധാരണയില്ലാറില്ല അല്ലെ. അപ്പൊ അതിനെ പറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഇതാണ് പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആക്ച്വൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് മുൻപായിട്ട് നമ്മൾ നടത്തുന്ന സ്റ്റെപ്സുകളാണ് അല്ലെ. ആക്ച്വൽ റിക്രൂട്ട്മെന്റിന് മുൻപായിട്ട് നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പുകളാണ് പ്രീ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് പ്രീ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റിക്രൂട്ട്മെന്റിന് മുൻപായിട്ട് നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പുകളാണ് പ്രീ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിക്കാം. എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. നോക്കാം. The pre-recruitment process initially starts when the HR manager or administrator is intimated by the head of department
of concerned departments regarding a particular vacancy or a fleet of vacancies that has arisen in a specific department of various departments. അതായത് എപ്പോഴാണ് ഈ പ്രീ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എപ്പോഴാണ് പ്രീ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതായത് ഒരു സ്ഥാപനത്തിലെ HR മാനേജർ അല്ലെങ്കിൽ HR അഡ്മിനിസ്ട്രേറ്റർ അവരാണ് എന്ത് ചെയ്യുന്നത്? ആളുകളെ കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്നത് ആരാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഇപ്പൊ നമുക്കൊരു ജോബ് ഓഫർ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ആരാ? അവിടുത്തെ HR മാനേജർമാരാണ്. HR ഡിപ്പാർട്ട്മെന്റ് ആണ് എടുക്കുന്നത്, ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് അവരാണ്. സോ ഈ പറയുന്ന HR മാനേജർ അല്ലെങ്കിൽ ഒരു HR അഡ്മിനിസ്ട്രേറ്ററിന്റെ അടുത്ത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലെ വാക്കൻസികൾ എപ്പോഴാണോ അവരെ ഇന്റിമേറ്റ് ചെയ്യുന്നത് അപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, എവിടെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതായത് നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് നമുക്ക് പറയാം, ഒരു ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലെ വാക്കൻസികൾ വരികയാണ് അല്ലെ? വാക്കൻസികൾ വരുമ്പോ എന്ത് ചെയ്യും? അത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകൾ ഉണ്ടാവും. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആ വാക്കൻസികൾക്ക് വേണ്ടിയിട്ടാണ് വാക്കൻസികൾ ആരെ അറിയിക്കും? HR മാനേജർ അല്ലെങ്കിൽ HR അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിക്കും. ഓക്കെ, അങ്ങനെ അറിയിക്കുമ്പോഴാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. Okay, pre-recruitment process initially starts when the HR manager or administrator is intimated by the head of the department of concerned department regarding a particular vacancy or a fleet of vacancies that has arisen in a specific department or various departments. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലോ വാക്കൻസി, ചിലപ്പോൾ ഒരു വാക്കൻസി ആവാം, ഒന്നിലധികം വാക്കൻസികളാവാം, അത് അതത് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഹെഡുകൾ HR അഡ്മിനിസ്ട്രേറ്റർ HR മാനേജറെ എപ്പോഴാണോ ഇന്റിമേറ്റ് ചെയ്യുന്നത് അപ്പൊ തൊട്ട് പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇനിയോ a newly started hospital has several vacancies in all departments, whereas in a running hospital vacancies can arise due to many reasons. That a newly started hospital has several vacancies in all departments, whereas in a running hospital vacancies can arise due to many reasons. അതായത് നമ്മളൊരു പുതുതായിട്ട് തുടങ്ങുന്ന ഒരു ഹോസ്പിറ്റൽ ആണെന്ന് വിചാരിക്കാം. പുതിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ ധാരാളം വേക്കൻസികൾ ഉണ്ടാവും അല്ലെ? ധാരാളം ഓരോ ഡിപ്പാർട്ട്മെന്റിലും ധാരാളം വേക്കൻസികൾ ഉണ്ടായിരിക്കും. അതേസമയം ഒരു റണ്ണിങ് ഹോസ്പിറ്റൽ ആകുമ്പോഴും അവിടെയും വേക്കൻസികൾ ഉണ്ടാവാം. വാക്കൻസീസ് ക്യാൻ അറൈസ് ഡ്യൂ ടു മെനി, പല കാരണങ്ങൾ കൊണ്ട് അവിടെ വാക്കൻസികൾ ഉണ്ടാവാം, റിപ്പോർട്ട് ചെയ്യപ്പെടാം. അറിയാലോ, ഒരു പുതിയൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ എന്തുണ്ടാവും? വാക്കൻസി ഉണ്ടാവും, ഒരുപാട് ആളുകൾ നമുക്ക് അവിടെ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകളിലാണെങ്കിലും വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവിടെ വാക്കൻസി, അതായത് ഒരു റണ്ണിങ് ഹോസ്പിറ്റലില് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? അപ്പൊ നോക്കാം. It may be due to the shortage of existing staff when the patient range is on the higher side. ഒന്നാമത്തെ റീസൺ എന്താവാം? നമ്പർ ഓഫ് പേഷ്യൻസ് is higher than the usual. അല്ലെ? സാധാരണത്തെക്കാളും കൂടുതൽ പേഷ്യൻസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ, അല്ലെ, ഒരു ഓർഗനൈസേഷന് സാധാരണത്തെക്കാളും കൂടുതൽ പേഷ്യൻസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഈ പറയുന്ന പോലെ നമുക്ക് കൂടുതൽ സ്റ്റാഫുകൾ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? ഇപ്പൊ നമുക്കറിയാം, ഹോസ്പിറ്റലില് ഏതെങ്കിലും എന്തെങ്കിലും അസുഖമൊക്കെ വരുന്ന സമയത്ത്, കോവിഡ് ഒക്കെ വരുന്ന സമയത്ത് അറിയാം ഒരുപാട് രോഗികൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരുപാട് രോഗികളുടെ എണ്ണം കൂടുമ്പോൾ അവരെ പരിചരിക്കാൻ ആവശ്യമായിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഷോർട്ടേജ് വരും അല്ലെ? അവിടെ ഷോർട്ടേജ് വരും. സോ ആ ഒരു ഷോർട്ടേജ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സ്റ്റാഫുകൾ അവിടെ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് അവിടെ പറഞ്ഞത്. It may be due to the shortage of existing staff when the patient range is on the higher side. When the patients, the number of patients is higher than the എന്താണ് യൂഷ്വൽ, സാധാരണത്തെക്കാൾ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഈ പറയുന്ന സ്റ്റാഫുകളെ ഹയർ ചെയ്യുന്നതായിട്ട് വരും. Or it may be due to group resignation or terminations for a national person. Or it may be due to group resignation or terminations
ഫോർ എ നാഷണൽ കോഴ്സ്, അല്ലെങ്കിൽ എന്താണ് ഒരു നാഷണൽ കോഴ്സ് കാണുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്നത് പോലെ ചിലപ്പോൾ കൂട്ടമായിട്ട് ആളുകൾ എന്ത് ചെയ്യാം, രാജിവെച്ച് പോവാം. അതായത് കൂട്ടം ആളുകൾ ചിലപ്പോൾ റിസൈൻ ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് അവര് എന്ത് ചെയ്യുന്നത്, ടെർമിനേറ്റ് ചെയ്ത് മതിയാക്കി പോവാണ്. അങ്ങനെയും എന്ത് സംഭവിക്കാം, ഈ പറയുന്ന വാക്കൻസികൾ ഉണ്ടാവും അല്ലെ. പിന്നെ എന്താണ്, ഇറ്റ് ക്യാൻ ആൾസോ ബി ഡ്യൂ ടു ദ അഡീഷൻ ഓഫ് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ് or an additional facility or a certificate. It can also be due to the addition of multiple departments or an additional facility or a certificate. അതല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സുകൾ. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിന് തന്നെ പുതിയൊരു യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. പുതിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ പുതിയൊരു ഡിപ്പാർട്ട്മെന്റ്, പുതിയൊരു ബ്രാഞ്ചുകൾ മറ്റേതെങ്കിലും സ്ഥലത്ത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിക്കും. എന്തുണ്ടാവും, അവിടെ ധാരാളം വാക്കൻസികൾ വരാം അല്ലെ. അങ്ങനെയും വാക്കൻസികൾ ഉണ്ടാവാം എന്നാണ് പറയുന്നത്. ആ റീസൺസ് നമുക്കറിയാലോ, ആലോചിച്ചാൽ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്പർ ഓഫ് എന്താണ് പേഷ്യൻസ് ഈസ് ഹയർ ദാൻ യൂഷ്വൽ. ദെൻ നമ്മൾ എന്താണ് ഇൻക്രീസ് പറയുന്ന പോലെ റെസിഗ്നേഷൻ ഓഫ് ടെർമിനേഷൻ, അതുപോലെ വാക്കൻസി ഉണ്ടാവാം. അതുമല്ലെങ്കിൽ എന്താണ് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ന്യൂ ഡിപ്പാർട്ട്മെന്റ്, പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ, പുതിയ ബ്രാഞ്ചുകൾ വർദ്ധിക്കുമ്പോഴും ഈ പറയുന്ന പോലെ ഇത് സംഭവിക്കാം, ഈ പറയുന്ന വാക്കൻസികൾ ഉണ്ടാകാം. ഓക്കെ, ഇനി നോക്കാം. ഇറ്റ് ക്യാൻ ആൾസോ ബി ഡ്യൂ ടു ദ ഓപ്പണിംഗ് ഓഫ് സാറ്റലൈറ്റ് സെന്റേഴ്സ്, regional centers or branches or even outlets in the form of joint ventures or company directly owned centers. Satellite center എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? It is the extension of the organization. നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ ഒരു എക്സ്റ്റൻഷൻ. പറയുമ്പോൾ നമ്മൾ പുതിയ ബ്രാഞ്ച് ഒക്കെ തുടങ്ങിയില്ലേ, പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആക്കിയില്ലേ, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ റീജിയണൽ സെന്ററുകള്, മറ്റു ബ്രാഞ്ചുകള്, മറ്റുള്ള ഔട്ട്ലെറ്റ്സുകള് ചിലപ്പോൾ ഇതേ കമ്പനിയുടെ തന്നെ ഓൺഷിപ്പിലായിരിക്കും. ചിലപ്പോൾ അതിന്റെ തന്നെ മറ്റേതെങ്കിലും ജോയിന്റ് ആയിട്ടുള്ള വെഞ്ചേഴ്സ് ആയിട്ട് അവരതിന്റെ ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ചെയ്യും, അതേ സ്ഥാപനത്തിന്റെ തന്നെ. അപ്പോഴൊക്കെ അവിടെ വാക്കൻസികള് റിപ്പോർട്ട് ചെയ്യപ്പെടാം. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്, whatever the reason and however the vacancies arise due to any of the reasons, the HR manager has to be intimated through the proper channel. ഏത് രീതിയിൽ വാക്കൻസികൾ ഉണ്ടായിക്കോട്ടെ, എങ്ങനെയായിരുന്നാലും നമ്മൾ ആ വാക്കൻസികള് കൃത്യമായിട്ട് ഒരു പ്രോപ്പർ ചാനലിലൂടെ നമ്മൾ ആരെ അറിയിച്ചിരിക്കണം, HR മാനേജറിനെ ഇന്റിമേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്, മനസ്സിലായോ? അപ്പൊ അതൊരു പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസിന്റെ ഭാഗമാണ്. നിങ്ങൾ ഓർക്കാം, പ്രീ റിക്രൂട്ട്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിലെ വാക്കൻസി വരുമ്പോൾ അതായത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റുകൾ എപ്പോഴാണോ HR മാനേജറിന് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ മുതൽ പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എത്ര വാക്കൻസികളായിട്ട്, ഒന്നായിക്കോട്ടെ, എത്ര ഒരു വേക്കൻസി ഉണ്ടാവുള്ളൂ എങ്കിൽ കൂട്ടിയും നമ്മൾ എന്ത് ചെയ്യണം, അത് HR മാനേജർ, HR അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രോപ്പർ ചാനലിലൂടെ നിങ്ങളെ ഇന്റിമേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. വായിച്ചു നോക്കിയേ. അടുത്തേക്ക് പോവാലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റിക്വസ്റ്റ് ഫോർ ദ ടാലന്റ് അക്വിസിഷൻ ആണ് കേട്ടോ. റിക്വസ്റ്റ് ഫോർ ദ ടാലന്റ് അക്വിസിഷൻ, അതാണ് നിങ്ങളുടെ HR മാനുവലില് നമ്മൾ പറഞ്ഞില്ലേ ഈ സംഭവം. ഏഴാമത്തെ പോയിന്റ് നോക്കിയേ, ഇന്റന്റ് ഫോർ ദ ടാലന്റ് അക്വിസിഷൻ. ഇന്റന്റ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ആണ് കേട്ടോ. ദാറ്റ് മീൻസ് റിക്വസ്റ്റ് ഫോർ ഹയറിംഗ് ദ എംപ്ലോയീസ് കേട്ടോ. എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ്, അതിനെയാണ് ഇന്റന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്റന്റ് ഫോർ ദ ടാലന്റ് അക്വിസിഷൻ. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്ന റിക്വസ്റ്റ് ഫോർ ദ ടാലന്റ് അക്വിസിഷൻ. ഇനി എങ്ങനെയാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ വാക്കൻസി വന്നു. ഓക്കെ, എങ്ങനെ നമ്മൾ അത് HR മാനേജറിനോട് റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു വാക്കൻസി വന്നിട്ടുണ്ട്,
ആ വാക്കൻസിയിലേക്ക് നമുക്ക് ആളുകളെ ഹയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ HR മാനേജറിന് എന്ത് കൊടുക്കാണ്, റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഏതാണ് അവിടെ പറയുന്നത് കേട്ടോ, റിക്വസ്റ്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ. ഓക്കെ, അതിന് അതിൻ്റെതായ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. നമുക്ക് വായിക്കാം. All the existing vacancies, both the routine and urgent, future vacancies during expansion have to be notified to the HR manager or administrator in writing preferably in a prescribed form maintained in the HR department as per the HR manual. എന്താണ് പറയുന്നത്? നമ്മള് ഒരു സ്ഥാപനത്തിൽ വരുന്ന എല്ലാ വാക്കൻസികളും, എല്ലാ എക്സിസ്റ്റിംഗ് വാക്കൻസികളും, അത് റൂട്ടീൻ ആയിട്ടുള്ള വാക്കൻസികൾ ആയിക്കോട്ടെ, അർജന്റ് ആയിട്ടുള്ള വാക്കൻസികൾ ആയിക്കോട്ടെ, ബോത്ത് റൂട്ടീൻ ആൻഡ് അർജന്റ് കേട്ടോ. റൂട്ടീൻ ആയിട്ടുള്ള വാക്കൻസികൾ ആയിക്കോട്ടെ, അർജന്റ്. റൂട്ടീൻ ആയിട്ടുള്ള വാക്കൻസി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു നോർമൽ ടേൺ ഓവറിലൂടെ വരുന്ന വാക്കൻസി. റിട്ടയർമെന്റ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യപ്പെടാം, വാക്കൻസി വരാം. അല്ലെങ്കിൽ അവരുടെ സർവീസ് ഒക്കെ അവസാനിച്ച് റിട്ടയർമെന്റ് ഒക്കെ, അത് നോർമൽ ടേൺ ഓവർ ആണ് അല്ലെ. നോർമൽ രീതിയിൽ ടേൺ ഓവർ വരുന്ന സമയത്ത് വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാം. മീൻസ് ഈ പറയുന്ന പോലെ റിട്ടയർമെന്റ് ഒക്കെ കൊണ്ട് വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ അർജന്റ് വാക്കൻസി വരും അല്ലെ. അർജന്റ് വാക്കൻസി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അർജന്റ് വാക്കൻസി ദാറ്റ് മീൻസ് നമ്മൾ പെട്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ, പെട്ടെന്ന് റിസൈൻ ചെയ്തു പോവാ, പെട്ടെന്ന് റിസൈൻ ചെയ്തു പോവാ അല്ലെ, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്തൊക്കെ പോവാ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അർജന്റ് ആയിട്ടുള്ള വാക്കൻസികൾ വരാം. അല്ലെങ്കിൽ ഫ്യൂച്ചർ വാക്കൻസീസ് ഡ്യൂറിങ് എക്സ്പാൻഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സ്ഥാപനം ചിലപ്പോ ഒന്ന് വിപുലമാക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ചുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഭാവിയില് അവിടെ ഫ്യൂച്ചറിൽ വാക്കൻസികൾ വരും. അത് നമ്മൾ ആരോട് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഹാവ് ടു ബി നോട്ടിഫൈഡ് ടു ദ HR മാനേജർ ഓർ അഡ്മിനിസ്ട്രേറ്റർ ഇൻ റൈറ്റിംഗ്, preferably in a prescribed form maintained in the HR department as per the HR manual. അതാണ് നമ്മൾ HR മാനേജറിന്റെ ഒരു രേഖാമൂലം കേട്ടോ, ഒരു രേഖാമൂലം നമ്മൾ എന്ത് ചെയ്യണം, അത് ഇൻറ്റിമേറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞല്ലോ HR മാനേജറിനെ അറിയിക്കണം എന്ന് പറയുന്നത് വെറുതെ വാക്കാൻ പറഞ്ഞാൽ പോരാ, അത് രേഖാമൂലം. അതായത് HR മാനുവൽ ഉണ്ട്, HR മാനുവലിനകത്ത് കൃത്യമായിട്ട് അതിലൊരു ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റ് അനുസരിച്ച് രേഖാമൂലമാണ് നമ്മൾ ആ വാക്കൻസികൾ ആരോട് ഇൻറ്റിമേറ്റ് ചെയ്യുന്നത്? HR മാനേജറിന്റെ അഡ്മിനിസ്ട്രേറ്ററിന്റെ അവിടെ ഇൻറ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി HR മാനേജർ ഇൻസിസ്റ്റ് ഫോർ എ ടാലന്റ് റിക്വസിഷൻ intended from the respective departments duly authorized by its head of the department and the reporting officer. ഇനി HR മാനേജർക്ക് ആ ഒരു ഇന്റന്റ്, ആ ഒരു റിക്വസ്റ്റ് ഫോം എങ്ങനെയാണ് ലഭിക്കേണ്ടത്? ആ റിക്വസ്റ്റ് ഫോമിനകത്ത് 2 ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു ഫോർമാറ്റിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ആ രീതിയിലാണ് നമ്മൾ അത് അറിയിക്കുന്നത്. പക്ഷെ അതിനകത്ത് 2 അതോറിറ്റീസിന്റെ സിഗ്നേച്ചറുകൾ ആവശ്യമാണ്. ഓക്കെ, ദ HR മാനേജർ ഇൻസിസ്റ്റ് ഫോർ എ ടാലന്റ് റിക്വസിഷൻ intended from the respective departments duly authorized by its head of the department and reporting. 2 പേരുടെ സിഗ്നേച്ചർ അവിടെ ആവശ്യമാണ്. ഒന്ന് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അതായത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വാക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റും, അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ഓഫീസറും. ഓക്കെ, റിപ്പോർട്ടിംഗ് ഓഫീസർ ഉണ്ട്. അപ്പൊ അവരുടെ 2 പേരുടെ എന്താണ് സിഗ്നേച്ചർ, അവരുടെ ആ ഒരു ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള സിഗ്നേച്ചറോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ആ ഒരു ഇന്റന്റ് ഫോം ആരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാൻ, HR മാനേജറിന്റെ അടുത്ത് കൊടുക്കാനായിട്ട്. ഇനി അങ്ങനെ HR മാനേജർ അല്ലെങ്കിൽ HR അഡ്മിനിസ്ട്രേറ്ററിന്റെ കയ്യിൽ ആ ഒരു ഇന്റന്റ് ഫോം ലഭിച്ചാൽ ഇനി അടുത്തത് അവരുടെ പ്രൊസീജിയർ എന്താണ്? ഇനി അവരെന്തായിരിക്കും ചെയ്യുക? അതാണ് അവർ പറയുന്നത് കേട്ടോ. നോക്കാം. For confirming its genuinity, the HR may initiate an internal audit by verifying their signatures in the first level. അല്ലെ, അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യണം? ആ ഒരു ജെനുവിനിറ്റി, അവർക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു റിക്വസ്റ്റിന്റെ ജെനുവിനിറ്റി നമുക്ക് ഉറപ്പുവരുത്തണം അല്ലെ. ആ ജെനുവിനിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് HR, അതായത് HR ഡിപ്പാർട്ട്മെന്റ് initiates an internal audit by verifying their signatures in the first level. ആദ്യം തന്നെ എന്ത് ചെയ്യുന്നറിയോ? ആ ഫോം ലഭിച്ചാൽ ഫസ്റ്റ് ലെവലിൽ അവർ ചെയ്യുന്നത് അതിന്റെ സിഗ്നേച്ചറുകൾ വെരിഫൈ ചെയ്യാനുള്ളതാണ്. ആ സിഗ്നേച്ചറുകൾ വെരിഫൈ ചെയ്യാനായിട്ട് അവരൊരു ഇന്റേണൽ ഓഡിറ്റ് എന്ത് ചെയ്യാണ്? ആരംഭിക്കുകയാണ്. ഓക്കെ, HR എന്താ ചെയ്യാണ്? ഇനീഷ്യേറ്റ് ഇന്റേണൽ ഓഡിറ്റ്. അവർ ഇന്റേണൽ ഓഡിറ്റ് നടത്താണ്. ആ ഇന്റേണൽ ഓഡിറ്റ്
അത് ആദ്യം എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അനുവദിച്ച ഫോമിന് എന്ത് സിഗ്നേച്ചർ ആദ്യം ഒരു വെരിഫൈ ചെയ്തു, ഇത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ളതാണോ സിഗ്നേച്ചർ ആണോ എന്നുള്ളത് അവര് വെരിഫൈ ചെയ്യും. അതാണ് അവർ ആദ്യം ചെക്ക് ചെയ്യുക. അതിനുശേഷം അതിന് വേണ്ടിയിട്ട് ഒരു ഇന്റേണൽ ഓഡിറ്റിലൂടെയാണ് അവരത് ചെയ്യുന്നത്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ അകത്ത് തന്നെ നടത്തുന്ന ഒരു ഓഡിറ്റ് ആണ് കേട്ടോ. ഇനിയോ അതിനുശേഷം if it is found intact, various other interactions with the core departmental heads to confirm any excess staff has been deployed, evaluating the possibility of interchanging with the existing vacancy of another department. അപ്പോ എന്തെന്നറിയാമോ? ആ ഒരു സിഗ്നേച്ചർ വെരിഫൈ ചെയ്ത് അത് ഇൻടാക്ട്, ദാറ്റ് മീൻസ് അത് കറക്റ്റ് ആണെന്ന്, അത് ജെനുവിൻ ആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയോ ചെയ്യുക HR ഡിപ്പാർട്ട്മെന്റ്? അതായത് അവർ ആദ്യം ചെയ്യുക പുതിയ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നതിനേക്കാളുപരി അവരാദ്യം നോക്കുന്നത് മറ്റുള്ള കോർ ഡിപ്പാർട്ട്മെന്റ്, അതായത് ആ ഒരു സ്ഥാപനത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റ് അവരുടെ കൂടെ അവരോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റു കോർ ഡിപ്പാർട്ട്മെന്റൽ ഹെഡുകളുമായിട്ട് അവർ ഡിസ്കസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഡിസ്കസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലെ എക്സസ് ആയിട്ട് എംപ്ലോയീസുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. എക്സസ് ആയിട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ നിന്ന് കുറച്ച് എംപ്ലോയീസിന്റെ നിലവിലുള്ള വേക്കൻസിയിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഷിഫ്റ്റ് ചെയ്യാം. അതെന്താണ്? പുതുതായിട്ട് നമ്മൾ ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നത്, പുതിയൊരു റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അതിനതിൻ്റെതായ എക്സ്പെൻസുകൾ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ടൈം ഉണ്ടാവും. ടൈം ഈ പറയുന്ന പോലെ നമുക്ക് ചെലവ് കൂടുതലാണ്, ടൈമിലൊക്കെ നമുക്ക് കൂടുതലാണ്. ഓക്കെ, അതേസമയം നമ്മൾ എക്സസ് ആയിട്ട് കുറച്ചധികം ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ആളുകളിൽ നിന്നും നമ്മൾ കുറച്ച് പേരെ ഈ വാക്കൻസി ഉള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാമെങ്കിൽ അല്ലെ, ഷിഫ്റ്റ് ചെയ്യാനാണ് അതിന് വേണ്ടിയിട്ടാണ് കോർ ഡിപ്പാർട്ട്മെന്റൽ ഹെഡുകളുമായിട്ട് എന്ത് ചെയ്യും? ഇന്ററാക്ട് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻടാക്ട്, various other interactions with the core departmental heads to confirm any excess staff has been deployed, evaluating the possibility of interchanging with the existing vacancy of another department. മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ വേക്കൻസികൾ കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുകയും അങ്ങനെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ കോർ ഡിപ്പാർട്ട്മെന്റൽ ഹെഡുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ടോ it will also have an eye upon the utilization of human resources as per the existing patient staff ratio with an eye on the financial aspect. That it will also have an eye upon the utilization of human resources as per the existing patient staff ratio with an eye on financial aspect. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് നമ്മൾ അങ്ങനെ ആളുകളെ, അതായത് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന എന്താ പറയാ എംപ്ലോയീസിനെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വെറുതെ അങ്ങനെ ഓടിപ്പോയി ഷിഫ്റ്റ് ചെയ്യേണ്ട. നമ്മൾ ആ ഒരു വാക്കൻസി ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായ പേഷ്യന്റ് സ്റ്റാഫ് റേഷ്യോ കൂടെ പരിഗണിച്ചുകൊണ്ട് പേഷ്യന്റ് റേഷ്യോ നോക്കും. അതോടൊപ്പം ഫിനാൻഷ്യൽ ആസ്പെക്ട്, ഈ രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ എക്സസ് ഉള്ള സ്ഥലത്ത് നിന്ന് എംപ്ലോയീസിനെ ഷിഫ്റ്റ് ചെയ്യുക. മനസ്സിലായി? വെറുതെ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യണ്ട. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള പേഷ്യന്റ് ടു സ്റ്റാഫ് റേഷ്യോ നോക്കും. ഇത്ര പേര് ഹോസ്പിറ്റലാണല്ലോ, ഇത്ര പേഷ്യന്റ് ഇത്ര സ്റ്റാഫുകൾ വേണം, ആ ഒരു ആനുപാതികമായിട്ട് വേണം ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരുപാട് പേരുകൾ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. പേഷ്യന്റ് ടു സ്റ്റാഫ് റേഷ്യോ കൺസിഡർ ചെയ്യണം. പ്ലസ് എന്താണ്? ഫിനാൻഷ്യൽ ആസ്പെക്ട് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് നമ്മൾ ഒരു ജോബ് റോളിൽ നിന്ന് വേറൊരു ജോബ് റോളിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവരുടെ സാലറിയിലൊക്കെ പല മാറ്റങ്ങൾ വരാം അല്ലെ. അത് മാത്രമല്ല, നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കമ്പനിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്ടുകളും പേഷ്യന്റ് സ്റ്റാഫ് റേഷ്യോ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അങ്ങനെയാണ്, ആ രീതിയിലാണ് നമ്മൾ അവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആ ഒരു ഹയറിംഗ് പ്രോസസ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ഡ്യൂറിംഗ് ദാറ്റ് HR process an equilibrium can be maintained by the reshuffling the process. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ റീഷഫിൾ ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് റീഅറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു എക്വിലിബ്രിയം, ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഷിഫ്റ്റിങ്ങോ കാര്യങ്ങൾ നടത്തുന്നത്. നമ്മൾ പറഞ്ഞ എക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ ആ പേഷ്യന്റ് ടു സ്റ്റാഫ് റേഷ്യോ നമ്മൾ നോക്കണം, ഫിനാൻഷ്യൽ ആസ്പെക്ട് നോക്കണം. അതുപോലെ അത് രണ്ടും എക്വിലിബ്രിയത്തിൽ, അതായത് അത് രണ്ടും ഏകദേശം ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ ഒരു എന്താ പറയുക പ്രോസസ്സിനെ റീഅറേഞ്ച് ചെയ്തുകൊണ്ടാണ് ആ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. റിക്രൂട്ട് ചെയ്യുന്ന വെച്ചാൽ പുറത്തുനിന്നല്ല നമ്മൾ എടുക്കുന്നത്, എക്സസ് ആയിട്ട് സ്റ്റാഫുകളുള്ള മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് കുറച്ച് സ്റ്റാഫുകൾ നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യാണ് റിക്രൂട്ട് ചെയ്ത് എടുക്കുന്നത്.
അപ്പൊ അവിടെ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ in such cases the talent acquisition department summarily rejected for the new recruitment. കേട്ടോ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പുതിയ റിക്രൂട്ട്മെന്റുകൾ അവിടെ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. in such cases the talent acquisition interns are summarily rejected for new recruitment. ഓക്കെ, അതായത് നമ്മൾ പുതിയ റിക്രൂട്ട്മെന്റിന് വരുന്ന ആ കേസുകൾ നമ്മൾ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. ആ ടാലന്റ് അക്വിസിഷൻ നമ്മൾ റിജക്ട് ചെയ്യും. കാരണം അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ, പുതിയ റിക്രൂട്ട്മെന്റ് നടത്തേണ്ട, നിലവിലുള്ളവരെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പൊ അത് റിജക്ട് ചെയ്യപ്പെടും. ന്യൂ റിക്രൂട്ട്മെന്റ് നമ്മൾ നടത്തുന്നില്ല. If it is not an emergency in nature, the recruitment process can be delayed for another couple of months. ഇപ്പൊ ആ ഒരു റിക്രൂട്ട്മെന്റ്, ആ ഒരു എമർജൻസി, നമുക്ക് ആ ഫില്ല് ചെയ്യേണ്ട വാക്കൻസി അതൊരു എമർജൻസി അല്ലാന്നുണ്ടെങ്കിൽ ആ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് കൂടുതൽ കുറച്ച് വീണ്ടും ഒരു കപ്പിൾ ഓഫ് മന്ത്സിലൂടെ എന്ത് ചെയ്യപ്പെടും, നീണ്ടുപോകും. ഓക്കെ, നീണ്ടുപോകും. However, എന്നിരുന്നാലും if the request is found genuine based on the HR audit, the initial process for recruitment starts. അതുകൊണ്ട് തന്നെ ആ ഒരു റിക്വസ്റ്റ് ജെനുവിൻ ആണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ HR, അതായത് HR ഓഡിറ്റ് നടത്തുമ്പോൾ ഇന്റേണൽ ഓഡിറ്റിലൂടെയാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു HR ഓഡിറ്റിലൂടെ ആ ഒരു റിക്വസ്റ്റ് വന്നിട്ടുള്ള HR മാനേജറുടെ കയ്യിൽ വന്നിട്ടുള്ള ആ റിക്വസ്റ്റ് ജെനുവിൻ ആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. റിക്രൂട്ട്മെന്റ് പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അല്ലാത്ത സമയത്ത് എമർജൻസി അല്ലാത്ത കേസ് ആണെങ്കിൽ കുറച്ചും കൂടെ സമയം എടുത്തിട്ടൊക്കെ ആയിരിക്കും റിക്രൂട്ട്മെന്റ് പ്രോസസ്. അതല്ല, എമർജൻസി ആണെങ്കിൽ ഉടനടി തന്നെ നമ്മൾ എന്ത് ചെയ്യും, റിക്രൂട്ട്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. But such intentions from all the departments are processed in a single stretch to reduce the risk of administrative expenses involved in the manpower, time and resource. ഇനി നമ്മൾ അങ്ങനത്തെ ഇന്റൻസ് വരുമ്പോൾ, അങ്ങനത്തെ റിക്വസ്റ്റുകൾ നമ്മൾ വരുമ്പോൾ ഒരൊറ്റ സ്ട്രെച്ചിൽ, പരമാവധി ഒരു സിംഗിൾ സ്ട്രെച്ചിൽ നമ്മളത് പ്രോസസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. ഒരു സിംഗിൾ സ്ട്രെച്ചിൽ നമ്മളത് പ്രോസസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. കാര്യം എന്താണ്, ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഇൻവോൾവ്ഡ് ഇൻ ദ മാൻ പവർ, ടൈം ആൻഡ് റിസോഴ്സസ്. അതായത് നമുക്ക് പരമാവധി ടൈം, റിസോഴ്സസ്, അതുപോലെ ഹ്യൂമൻ റിസോഴ്സിലേക്ക് പരമാവധി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നമുക്കൊന്ന് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള റിക്വസിഷൻ പ്രോസസ് ഒക്കെ വരില്ല. അപ്പൊ നമ്മള് ഒരു ഡിപ്പാർട്ട്മെന്റിന് വന്നു, അതിന്റെ റിക്രൂട്ട്മെന്റ് നടത്തി, രണ്ടാഴ്ച കഴിഞ്ഞു വേറൊരു ഡിപ്പാർട്ട്മെന്റിന്റെ റിക്വസ്റ്റ് വന്നു, അതിന്റെ റിക്രൂട്ട്മെന്റ് നടത്തി, അങ്ങനെ ഓരോരുത്തരുടെയും വരുന്നതിനനുസരിച്ച് ചെയ്തതിന് വലിയൊരു ചെലവ് നമുക്ക് വേണ്ടി വരും. അതേസമയം നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റുകൾ, ഇതിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിക്വസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു സിംഗിൾ സ്ട്രെച്ചിൽ, ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ആ ഒരു പ്രോസസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് മിക്കവാറും ഓർഗനൈസേഷൻ ശ്രമിക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് ടു സേവ് ദ മെൻ പവർ, ടു സേവ് ദ ടൈം ആൻഡ് ടു സേവ് ദ മണി. ഓക്കെ, സമയം അതുപോലെ പണം, മാൻ പവർ, ഇതിനെ മൂന്നിനെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒറ്റ സ്ട്രെച്ചിൽ ആ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് നടത്താനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് ചിലപ്പോൾ കപ്പിൾ ഓഫ് മന്ത്സ് ഒക്കെ പിടിക്കുന്നത്. അതുകൊണ്ടാണ് കാര്യം ഒരുപാട് നമ്മൾ ഓരോരുത്തരുടെ റിക്വസ്റ്റ് വരുമ്പോൾ അപ്പൊക്കെ റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാറുണ്ട്. നമ്മൾ അതൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇന്റർവ്യൂ പാനൽ അറേഞ്ച് ചെയ്യണം, ചെലവ് വേറെ ഉണ്ട്, അതിന് വേണ്ടി സ്റ്റാഫുകളെ നിയോഗിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് ചെലവുകൾ വരും. അതേസമയം നമ്മൾ ഒറ്റ സ്ട്രെച്ചില് എല്ലാം ഡീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെയൊക്കെ ഈ പറയുന്ന മാൻപവറും ടൈമും മണിയും ഇതൊക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. Normally, the intents of departments are collected and scrutinized every month, so that a monthly schedule for the recruitment is maintained to reduce the process, cost, and the consequences, except under exceptional circumstances, where there is an urgent requirement. അതായത് നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്നറിയോ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന ഇന്റൻസ്, റിക്വസ്റ്റുകൾ നമ്മൾ ഒരുമിച്ച് അത് കളക്ട് ചെയ്യും. ഓക്കെ, ഒരുമിച്ച് നമ്മൾ അത് കളക്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മളത് സ്ക്രൂട്ടിനൈസ് ചെയ്യും, സൂക്ഷ്മ പരിശോധന നടത്തും. എവരി മന്ത് കേട്ടോ, എല്ലാ മാസവും അത് ചെയ്യും. ഓക്കെ, എല്ലാ മാസവും നമ്മൾ വിവിധ ഡിപ്പാർട്ട്മെന്റ്സ് പോകും, പല പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന റിക്വസ്റ്റുകളൊക്കെ ഒരുമിച്ച് നമ്മളത് കളക്ട് ചെയ്യും. എന്നിട്ട് അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകും എല്ലാ മാസവും. എന്നിട്ട് ഒരു മന്ത്ലി ഷെഡ്യൂൾ ഫോർ റിക്രൂട്ട്മെന്റ് ഈസ് മെയിൻറ്റൈൻഡ് ടു റെഡ്യൂസ് ദ പ്രോസസ്, കോസ്റ്റ് ആൻഡ് കോൺസിക്വൻസസ്. എന്നിട്ട് നമ്മളൊരു മന്ത്ലി ഷെഡ്യൂൾ ഓഫ് റിക്രൂട്ട്മെന്റ് അവിടെ എന്ത് ചെയ്യാണ്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ മന്ത്ലി ഷെഡ്യൂൾ ഫോർ ദ റിക്രൂട്ട്മെന്റ് നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ഇതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ടു റെഡ്യൂസ് ദ പ്രോസസ്, ദാറ്റ് മീൻസ് ടു റെഡ്യൂസ് ദ മാൻ പവർ, അതുപോലെ ടൈം ആൻഡ് മണിയൊക്കെ സേവ് ചെയ്യാനായിട്ട് ചെയ്യും.
ഏതൊഴികെ accept under exceptional circumstances where there is an urgent requirement. അർജന്റ് റിക്വയർമെന്റ് വരുന്ന കേസിൽ നമ്മൾ ഇത് പരിഗണിക്കുന്നത്. കാരണം അർജന്റ് റിക്വയർമെന്റ് ആണെങ്കിൽ നമുക്ക് അധിക സമയം വെച്ചോണ്ടിരിക്കാൻ കഴിയില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റിക്വയർമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അർജൻസി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ മാസവും നമ്മൾ വരുന്ന ഇൻഡെക്സുകൾ, അതായത് റിക്വസ്റ്റുകളൊക്കെ കളക്ട് ചെയ്ത് അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിനനുസരിച്ചൊരു മറ്റൊരു ഷെഡ്യൂളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാം. പക്ഷെ അർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ അതൊഴികെ ബാക്കിയെല്ലാം അങ്ങനെ ചെയ്ത് ഈ അർജന്റ് റിക്വയർമെന്റ് അത് ഈ പറയുന്ന കാര്യങ്ങളും നമുക്ക് ബാധകം. ഇപ്പൊ മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയേ. അതായത് വേറൊന്നുമല്ല, വാക്കൻസി വന്നാൽ അത് HR മാനേജറിന്റെ HR അഡ്മിനിസ്ട്രേറ്ററിന്റെ നമ്മൾ രേഖാമൂലം അറിയിക്കണം. അതിന് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്, അത് HR മാനുവലിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതാണ് പഠിക്കുന്നത്. ആ ഒരു ഫോം ഏത് രീതിയിലാണത്, അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ രീതിയിൽ ആണ് നമ്മളത് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന്, 2 ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ സിഗ്നേച്ചർ അവിടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് വാക്കൻസി വന്നിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് പിന്നെ അവിടുത്തെ റിപ്പോർട്ടിംഗ് ഓഫീസർ, ഇവരുടെ 2 പേരുടെ സിഗ്നേച്ചറോട് കൂടിയിട്ടാണ് ആ ഒരു ഇന്റന്റ് ഫോം ആരുടെ കയ്യിലേക്ക് എത്തേണ്ടത്, HR മാനേജറുടെ കയ്യിലേക്ക് എത്തേണ്ടത്. ഓക്കെ, ഇനി HR മാനേജർ അത് കൈപ്പറ്റി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്, അതിന്റെ ജെനുവിനിറ്റി പരിശോധിക്കാനുള്ളതാണ്. അവരെന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് ഒരു ഇന്റേണൽ ഓഡിറ്റ് അത് കണ്ടക്ട് ചെയ്യും. ഓക്കെ, ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് എന്ത് ചെയ്യും, അതിന്റെ ജെനുവിനിറ്റി അവർ പരിശോധിക്കും. ആ ജെനുവിനിറ്റി കറക്റ്റ് ആണ്, അത് ജെനുവിൻ ആണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, റിക്രൂട്ട്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം ഒരു പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുകയല്ല ചെയ്യുക, പകരം മറ്റു 4 ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എക്സസ് ആയിട്ട് വല്ല സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ എങ്കിൽ അവരിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് ആദ്യം അവർ നോക്കുക. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് 2 കാര്യങ്ങൾ നമ്മളോട് കൺസിഡർ ചെയ്യണം. എന്താണ്, ഒന്ന് പേഷ്യന്റ് ടു സ്റ്റാഫ് റേഷ്യോ, മറ്റൊന്ന് ഫിനാൻഷ്യൽ ആസ്പെക്ട്. ഈ 2 കാര്യങ്ങളും എക്വിലിബ്രിയത്തിലാക്കി ബാലൻസ് ചെയ്തതിനു ശേഷം മാത്രമേ അത്തരത്തിലുള്ള ഷിഫ്റ്റിംഗ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അത്രയുള്ള അതിനകത്ത് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മൾ അർജന്റ് റിക്രൂട്ട്മെന്റ്, അർജന്റ് വേക്കൻസി പിരിയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസവും ഈ പറയുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എന്ന റിക്വസ്റ്റുകൾ അത് കണക്ട് ചെയ്ത് സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ടാണ് അതിന്റെ ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമോ? അതിന് വേണ്ടി ചെയ്യുന്നതിന് കാര്യമുണ്ട്, ടു സേവ് ദ മണി, ടൈം ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് കേട്ടോ. ഓക്കെ, അത് സേവ് ചെയ്യുന്നത് വായിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇന്റന്റ് ഫോർ ദ ടാലന്റ് അക്വസിഷൻ. ആ ഫോർമാറ്റ് നമ്മൾ പറഞ്ഞല്ലോ, HR മാനുവലിൽ കൃത്യമായിട്ട് ഇന്റന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ വേണം നമ്മൾ അവിടെ എന്ത് ചെയ്യാനായിട്ട്, വാക്കൻസി റിപ്പോർട്ട് ചെയ്യാനായിട്ട്. ആ ഒരു ഫോം നിങ്ങൾ നമുക്ക് നോക്കാം. ആ ഫോം വളരെ എളുപ്പമാണ് നോക്കിയിട്ട്, അതിന്റെ ഫോർമാറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്റന്റ് ഫോർ ദ ടാലന്റ് അക്വസിഷൻ. ഓക്കെ, ഫസ്റ്റ് ടാലന്റ് അക്വസിഷൻ വെച്ച് എംപ്ലോയിനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആണ് കേട്ടോ. ആദ്യം എന്താണ്, നെയിം ഓഫ് ദ ഇന്റന്റർ, അല്ല ആരാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ബ്ലഡ് ബാങ്ക് ആണോ, അവിടെയാണോ, അവരാണോ റിക്വസ്റ്റ് ചെയ്തേക്കുന്നത്, അവിടെയാണോ വാക്കൻസി വന്ന് അവരാണോ റിക്വസ്റ്റ് ചെയ്തേക്കുന്നത്, മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഏത് വേണമെങ്കിലാണോ കേട്ടോ. അപ്പൊ ഒന്ന് നെയിം ഓഫ് ദ ഇന്റന്റർ, ആരാണ് ഇന്റന്റർ, ആരാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡേറ്റ് ഓഫ് ഇന്റന്റർ, അതായത് ആ ഇന്റന്റ് കൊടുത്തിട്ടുള്ള ഡേറ്റ് ഏത് ദിവസമാണ്. ദെൻ പർപ്പസ് ഓഫ് ഇന്റന്റ് കേട്ടോ. പർപ്പസ് ഓഫ് ഇന്റന്റ്, എന്തുകൊണ്ട് റിക്വസ്റ്റ് കൊടുത്തു. 3 കാര്യങ്ങളാണ്. എമർജൻസി റിക്വയർമെന്റോടാണോ, അതൊരു നോർമൽ വാക്കൻസിക്ക് വേണ്ടിയിട്ടാണോ, അതൊരു ഫ്യൂച്ചർ റിക്വയർമെന്റിന് വേണ്ടിയിട്ടാണോ, എന്താണെന്ന് വെച്ചാൽ അത് ടിക്ക് ചെയ്യാം.
എമർജൻസി ആണോ അതോ നോർമൽ വാക്കൻസിയുടെ ഭാഗമായിട്ട് ഉള്ള ഒരു ഇന്റന്റ് ആണോ അതോ ഭാവിയിൽ ഒരു ഫ്യൂച്ചർ റിക്വയർമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസിഷൻ ആണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നാലാമത്തത് ഡയറക്ഷൻസ് ഫ്രം നോക്കാം. ആസ് പെർ അവർ കറന്റ് റിക്വയർമെന്റ് kindly provide the following challenges. അപ്പൊ നിങ്ങൾക്ക് ഒരു ടേബിൾ കാണാം അല്ലെ, അത് ഫില്ല് ചെയ്യേണ്ട ഈ പറയുന്ന പൊസിഷൻസിന്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് നമ്മുടെ ജോബിന്റെ ഏത് വാക്കൻസിയിലോട്ടാണ് ഫില്ല് ചെയ്യേണ്ടത് ആ ഒരു ഡീറ്റെയിൽസുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഡെസിഗ്നേഷൻസ്, എക്സ്പീരിയൻസ് റിക്വയർഡ്, നമ്പർ, ഇന്റന്റഡ് സാലറി. ഡെസിഗ്നേഷൻസ് എന്ന് പറയുമ്പോൾ ജോബ് ടൈറ്റിലാണ്. ജോബ് ടൈറ്റിൽ ഏത് ജോലിയാണ്, ഏത് ടൈറ്റിലാണ്, ഏത് പൊസിഷൻ ആണെന്നുള്ളത് കേട്ടോ. എക്സ്പീരിയൻസ് റിക്വയർഡ് അതിന് ആവശ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്. നമ്പർ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് വാക്കൻസീസ് ആണ് കേട്ടോ. നമ്പർ ഓഫ് പൊസിഷൻ നമ്പർ ഓഫ് വാക്കൻസി. ഓക്കെ, ഇപ്പൊ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നുള്ള ഒരു ഡെസിഗ്നേഷൻ ആണെന്ന് വിചാരിക്കാം. അതിനെന്താണ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അവിടെ എഴുതുക. നമ്പർ എത്ര വാക്കൻസി ഉണ്ട്, 3 വാക്കൻസി ആണോ 4 വാക്കൻസി ആണോ എന്താന്നുള്ളത് അതാണ് നമ്പർ നോട്ട് ചെയ്യുക. ദെൻ ഇന്റന്റഡ് സാലറി, ദാറ്റ് മീൻസ് ദ പ്രപ്പോസ്ഡ് സാലറി ഓഫ് ദ റോള്. ആ റോളിനായിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രപ്പോസ് ചെയ്യുന്ന സാലറി എന്താണ്, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഫുൾ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ദെൻ വരുന്നത് അപ്രൂവൽ ആണ്. അപ്രൂവലിൽ നമ്മൾ പറഞ്ഞല്ലോ 2 ഓതറൈസ്ഡ് ആയിരുന്ന ആളുകളുടെ അപ്രൂവലോട് കൂടിയിട്ടാണ് ഫോം അങ്ങോട്ട് പോകേണ്ടത് അല്ലെ. സോ അപ്രൂവൽ പ്രോസസ് ആണ് അല്ലെ, അപ്രൂവൽ പ്രോസസ് ഓഫ് ഹയറിംഗ്. ദാറ്റ് മീൻസ് എന്താണ്, റിക്വയറിംഗ് സിഗ്നേച്ചേഴ്സ്. നമ്മുടെ സിഗ്നേച്ചർ ആവശ്യമുണ്ട്. ഒന്ന് അപ്രൂവൽ ബൈ HOD, അതായത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിന്റെ അപ്രൂവൽ, അതായത് സിഗ്നേച്ചർ വേണം. പിന്നെ അപ്രൂവൽ ബൈ ജനറൽ മാനേജർ ഓഫ് HR മാനേജറിന്റെ അപ്രൂവൽ വേണം. അപ്രൂവ് ബൈ ചെയർമാൻ. പിന്നെ അടുത്തത് റീസൺ ഫോർ റിജക്ഷൻ. റീസൺ ഫോർ റിജക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇഫ് ദ റിക്വസ്റ്റ് ഈസ് ഡിനൈഡ്, ആ റിക്വസ്റ്റ് ഡിനൈ ചെയ്യാണ്, ആ റിക്വസ്റ്റ് ചിലപ്പോ എന്താണ് ഡിനൈ ചെയ്യാണ്, നിഷേധിക്കുകയാണെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്നുള്ളതും കൂടെ അവിടെ എഴുതണം. അത് HR-ലേക്ക് എത്തിയതിനു ശേഷം ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും കാരണവശാല് റിജക്ഷൻ വരികയാണെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്നുള്ളത് അവിടെ സ്പെസിഫൈ ചെയ്യണം. അതിനുള്ളൊരു കോളം കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വരുന്നത് ഒഫീഷ്യൽ ഫോർമാലിറ്റി ആണ്. ഒഫീഷ്യൽ ഫോർമാലിറ്റി എന്ന് പറയുമ്പോൾ ദാറ്റ് കവേഴ്സ് ദ ലോജിസ്റ്റിക്സ് ഓഫ് ദ ഹയറിംഗ് പ്രോസസ് ആണ്. എന്ന് പറഞ്ഞാല് റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ്, ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ഓപ്പറേഷണൽ സ്റ്റെപ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് ഓഫ് ഇന്റർവ്യൂ, അതായത് അവർക്ക് ആ ഒരു ഇന്റർവ്യൂയിലേക്ക്, അതായത് നമ്മൾ ആ ഒരു ജോബ് പൊസിഷൻ ഫിൽ ചെയ്യാനായിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഡീറ്റെയിൽസ്, ഇന്റർവ്യൂ ഡീറ്റെയിൽസ്, അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ്, ദെൻ അപ്രൂവൽ ബൈ ചെയ്യും. ഇതൊരു ഇന്റന്റ് ആണ് കേട്ടോ. ഇന്റന്റ് ഫോർ ദ ടാലന്റ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റന്റ് ഫോം ആണ് ഇവിടെ കൊടുക്കുന്നത്. അതിന്റെ ചോദ്യങ്ങളൊന്നും വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഫോർമാറ്റിന് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് വാക്കൻസികള് ആരുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യാൻ, HR മാനേജർ അഥവാ HR അഡ്മിനിസ്ട്രേറ്ററുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയി വെച്ചിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹൗ ടു അക്വയർ എംപ്ലോയീസ്. ഇനി നമ്മൾ റിക്രൂട്ട്മെന്റിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനി എങ്ങനെയൊക്കെയാണ് ഒരു സ്ഥാപനത്തിന് എംപ്ലോയീസിനെ ലഭിക്കുക അല്ലെ, അതായത് കാൻഡിഡേറ്റ്സിനെ ലഭിക്കുന്നത് എങ്ങനെയൊക്കെയാണ്, ആ മാർഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഹൗ ടു അക്വയർ എംപ്ലോയീസ്, എങ്ങനെയൊക്കെ നമുക്ക് ഒരു സ്ഥാപനത്തിലേക്ക് എംപ്ലോയീസിനെ ലഭിക്കാം, എംപ്ലോയീസിനെ അക്വയർ ചെയ്യാം. അപ്പൊ പ്രധാനമായിട്ടും 8 പോയിന്റുകളാണ് കൊടുത്തത്. നിങ്ങൾ പോയിന്റുകൾ മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ, ഇതൊക്കെയാണ് പോയിന്റ്. എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക് കേട്ടോ. എന്താണ് നമുക്ക് പറയാനുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക്, 2 പേഴ്സണൽ റെഫറൻസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് സ്റ്റാഫ്, 3 നോട്ടീസ് ബോർഡ് ഫോർ പബ്ലിക് ആൻഡ് പേഷ്യൻസ്, 4 ത്രൂ പ്രൊഫഷണൽ കൺസൾട്ടൻസ്, 5 വർക്കിംഗ് കാൻഡിഡേറ്റ്, 6 സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്, 7 ഓൺലൈൻ ജോബ് സൈറ്റ്സ്, 8 അഡ്വർടൈസ്മെന്റ്. അറിയാലോ, ഇങ്ങനെയൊക്കെ നമുക്ക് എംപ്ലോയീസിനെ ലഭിക്കാം. എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക് അല്ലെ, ഓരോന്ന് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇതൊന്ന് വായിക്കുക, കുറച്ച് വെള്ളം കുടിച്ചിട്ട് വായിക്കുക.
ഓക്കെ, പോയിന്റുകളൊക്കെ വായിച്ചോ? നോക്കാം. ഫസ്റ്റ് വരുന്നത് എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക് ആണ് കേട്ടോ. എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക്, അതായത് നിലവിലുള്ള ഡാറ്റ ബാങ്കിൽ നിന്നും നമുക്ക് എന്ത് ലഭിക്കാം? ഈ പറയുന്ന എംപ്ലോയീസിനെ നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഉദ്ദേശിക്കുന്നത്? സംഭവം ഇത്രയുള്ളൂ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു BEd കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ആളാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ ടീച്ചിങ് പ്രൊഫഷന്റെ ഭാഗമായിട്ടാണല്ലോ BEd ചെയ്യുന്നത്. അപ്പൊ ഒരു BEd ചെയ്ത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഈ BEd കഴിഞ്ഞ വ്യക്തി എന്ത് ചെയ്യും? അടുത്തും പുറത്തുള്ള സ്കൂളുകളിലോ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അവർ എന്ത് ചെയ്യും? ആപ്ലിക്കേഷൻ ഫോമുകൾ അവര് കൊണ്ടു കൊടുക്കും അല്ലെ? അത് ആ ഒരു സ്ഥാപനം ആവശ്യപ്പെട്ടിട്ട് ചെയ്യുന്നതല്ല. അവര് ആ ഒരു ടീച്ചിങ് പ്രൊഫഷണൽ കോഴ്സ് അവര് എന്ത് ചെയ്തു? അവർക്ക് അത് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അവർ എന്ത് ചെയ്യും? അങ്ങനെ എന്തെങ്കിലും ടീച്ചിങ് ആക്ടിവിറ്റികൾ ഉണ്ടെങ്കിൽ അതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യും? പല അവർക്ക് അറിവുള്ള ഏതെങ്കിലും സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അവർ എന്ത് ചെയ്യും? ബയോഡാറ്റ നമുക്ക് അല്ലെ? എന്തെങ്കിലും വാക്കൻസികൾ വരികയാണെങ്കിൽ ഇതിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു സ്ഥാപനം ആവശ്യപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല അല്ലെ? ചില പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും. ഇപ്പൊ വല്ല മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തിടും അല്ലെ? അപ്പൊ ഈ അപ്ലിക്കേഷൻസുകളൊക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട്, നമ്മുടെ ഓർഗനൈസേഷനിൽ ലഭിക്കുന്നുണ്ട്. അതാണ് ഡാറ്റ ബാങ്ക് അല്ലെ? ഒരുപാട് കാൻഡിഡേറ്റുകളുടെ പല ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളുള്ള ഒത്തിരി പേരുടെ സിവികള്, ബയോഡാറ്റകള് എവിടെ ലഭിക്കുന്നുണ്ട്? നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ലഭിക്കുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക്. ഒരുപാട് ഡാറ്റകൾ അവർക്ക് കിട്ടുന്നുണ്ട്. ആ എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്കിൽ നിന്നും എന്ത് ചെയ്യപ്പെടാം? നമുക്ക് ഈ പറയുന്ന നല്ല എംപ്ലോയീസ് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താനായിട്ട് അത്രയേ ഉള്ളൂ. ഇതാണ് എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക്. ഓക്കെ, നമുക്ക് പറയാം സോഫ്റ്റ് ആൻഡ് ഹാർഡ് ഫയൽസ് മെയിൻറ്റൈൻ. സോഫ്റ്റ് ആൻഡ് ഹാർഡ് ഫയൽസ് മെയിൻറ്റൈൻ. സോഫ്റ്റ് ഫയൽസ് എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റൽ കോപ്പീസ് ഓഫ് ദ ഡോക്യുമെന്റ്സ് ആണ് ദാറ്റ് ഇസ് സ്റ്റോർഡ് ഓൺ കമ്പ്യൂട്ടർ അല്ലെ? നമുക്ക് ഈ പറയുന്ന എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാം. സോഫ്റ്റ് ഫയൽസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം, ഹാർഡ് ഫയൽസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. സോഫ്റ്റ് ഫയൽസ് എന്ന് വെച്ചാൽ ഡിജിറ്റൽ ഫോർമാറ്റിൽ കേട്ടോ. ഡിജിറ്റൽ കോപ്പീസ് ഓഫ് ദ ഡോക്യുമെന്റ്സ് ആണ് ദാറ്റ് ഇസ് സ്റ്റോർഡ് ഓൺ ദ കമ്പ്യൂട്ടർ. ഇനി ഹാർഡ് ഫയൽസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് ഡോക്യുമെന്റ്സ് ദാറ്റ് ഇസ് സ്റ്റോർഡ് ഓൺ പേപ്പർ ഫയൽസ്. നമ്മൾ പേപ്പർ ഫയലുകളായിട്ടൊക്കെ സൂക്ഷിച്ചത്. രണ്ട് രീതിയിൽ നമുക്ക് ഡാറ്റ ബാങ്ക് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോ HR department might be receiving numerous applications by postal, mail or directly even when the vacancies are not either notified or advertised. അല്ലെ? ഇപ്പൊ ഈ പറയുന്ന HR ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ HR ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരിപ്പോ വാക്കൻസികൾ നോട്ടിഫൈ ചെയ്തിട്ട് വാക്കൻസികൾ ഉണ്ടായിട്ടോ ആയിരിക്കില്ല. അതാത് തന്നെ അവർക്ക് പോസ്റ്റലായിട്ടും മെയിൽ വഴിയും ഡയറക്റ്റ് ആയിട്ടൊക്കെ ധാരാളം അപ്ലിക്കേഷൻസ് ലഭിച്ചേക്കാം അല്ലെ? അങ്ങനെയൊക്കെ ലഭിക്കുന്നത് ഇവര് കളയോ? ഇല്ല, എന്ത് ചെയ്ത് വെക്കും? സ്റ്റോർ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പീസ് ആയിട്ട് അവർ സ്റ്റോർ ചെയ്ത് മെയിൽ വഴി വരുന്നതൊക്കെ എന്താണ്? സോഫ്റ്റ് കോപ്പീസ് ആയിട്ടാണ് അത് സേവ് ചെയ്ത് വെക്കുക. പോസ്റ്റലായിട്ട് വരുമ്പോൾ അത് ഹാർഡ് ഫയൽസ് ആയിട്ട് അവര് എന്ത് ചെയ്ത് വെക്കും? സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ടോ such applications are stored, scrutinized. Scrutinize ചെയ്യാന്ന് വെച്ചാൽ സൂക്ഷ്മ പരിശോധന നടത്താവുന്നതാണ് കേട്ടോ. അപ്പൊ such applications are stored, scrutinized and kept in a physical file or in a computer database. ഒന്നെങ്കിൽ നമ്മൾ ഹാർഡ് ഫയൽ ആയിട്ടോ സോഫ്റ്റ് ഫയൽ ആയിട്ടോ അത്തരം ആപ്ലിക്കേഷൻസുകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്ത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി നമ്മൾ രണ്ട് ഫയലുകളിലായിട്ട് സേവ് ചെയ്ത് വെക്കും. The intention behind this is to utilize the same resumes when a future vacancy arises in the hospital. The intention behind this is to utilize the same resumes when a future vacancy arises in the hospital. എന്തിനാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ആ ഹോസ്പിറ്റലിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും വാക്കൻസികളൊക്കെ വരുവാണെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് സേവ് ചെയ്ത് വെക്കുന്നത്. The CVs received will be categorized as per the designation. The CVs received will be categorized as per the
ഡെസിഗ്നേഷൻ. അപ്പൊ അതനുസരിച്ച് ഇത്തരം CV-കൾ നമ്മൾ ഓരോ ഡെസിഗ്നേഷൻ അനുസരിച്ച് ഒരു പൊസിഷൻ അനുസരിച്ച് ഓരോരുത്തരുടെയും നമുക്ക് ലഭിക്കുന്ന CV-കളുടെ പല പല ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ഓരോരുത്തരുടെയും ആ ഒരു എന്താ പറയാ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അല്ലെ അതിനൊക്കെ അനുസരിച്ചും കൊണ്ട് ഇത് എന്ത് ചെയ്ത് വെക്കും, കാറ്റഗറൈസ് ചെയ്ത് വെക്കും. അതെങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെക്കുമ്പോൾ പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Such CVs are rearranged and shortlisted as per the existing requirements. അങ്ങനെയുള്ള CV-കൾ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അല്ലെ. എക്സിസ്റ്റിംഗ് നമ്മുടെ നിലവിലുള്ള ആവശ്യകതകൾക്കനുസരിച്ച് നമ്മൾ ആ CV-കൾ റീഅറേഞ്ച് ചെയ്ത് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, കിട്ടിയ കാര്യങ്ങൾ ഷോർട്ട് ചെയ്ത് പക്ഷെ നമ്മുടെ വേക്കൻസി ഉണ്ടായിട്ടല്ല, പക്ഷെ ഭാവിയിൽ വേക്കൻസി ഇല്ലാതാണെങ്കിൽ ഈ ലഭിച്ച CV-കൾ അവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കാറ്റഗറൈസ് ചെയ്ത് ഒന്നുകിൽ സോഫ്റ്റ് ഫയലായിട്ടോ അല്ലെങ്കിൽ ഹാർഡ് ഫയലായിട്ടോ ഒക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് എന്ത്, പേഴ്സണൽ റെഫറൻസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് സ്റ്റാഫ് അല്ലെ. അതായത് നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്, അവിടെ ഒരു വാക്കൻസി വരികയാണ്. നമ്മുടെ പരിചയത്തിലുള്ള ആരെങ്കിലും, നമ്മുടെ സുഹൃത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും റിലേറ്റീവ്സിനോ ആ ഒരു വാക്കൻസി അല്ലെ അതിന് പറ്റിയ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആരെങ്കിലും നമ്മുടെ പരിചയത്തിലോ നമ്മുടെ സമൂഹത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റെക്കമെൻഡ് ചെയ്യാം. അങ്ങനെയും എന്ത് ലഭിക്കാം, എംപ്ലോയീസിനെ ലഭിക്കാം. ശരിയല്ലേ? ഇപ്പൊ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ട് അവരുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും റെക്കമെൻഡ് ചെയ്തിട്ടും എന്ത് വരാം, ഈ പറയുന്ന എംപ്ലോയീസിനെ നമുക്ക് ലഭിക്കാം. അതാണ് അവിടെ പറയുന്നത്. When vacancies arise in different departments of the hospital, the management, managers and employees are intimated through the internal circulars and memos. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വാക്കൻസികളൊക്കെ വരുന്ന സമയത്ത് മാനേജ്മെന്റ്, മാനേജർമാര്, എംപ്ലോയീസ് അവര് ഇന്റേണൽ സർക്കുലർ എന്ന് വെച്ചാൽ കമ്പനിക്കകത്ത് തന്നെ ചില സർക്കുലർ മെമ്മോസ് അവർക്കാണ് ആദ്യം കിട്ടുക. അതിനുശേഷമാണ് അത് പുറത്തേക്ക് പോകുന്നത് അല്ലെ. അപ്പൊ ഇന്റേണൽ സർക്കുലർ വഴി മെമ്മോസ് വഴി അത് എംപ്ലോയീസിനെ ഇന്റിമേറ്റ് ചെയ്യും, എംപ്ലോയീസിനെ അറിയിക്കും. By intimating them through circulars, the management foresees the chances of directing their friends, relatives and well-wishers to apply for the vacancies and possible recruitment if they meet the criteria of recruitment. അപ്പൊ അങ്ങനെ ഒരു സർക്കുലർ മെമ്മോസ് ഇറക്കുന്നതിലൂടെ എന്താണ്, ഓർഗനൈസേഷൻ ഈ മാനേജ്മെന്റിന് അവസരം കൊടുക്കുകയാണ് അല്ലെ. അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അങ്ങനെ മറ്റേതെങ്കിലും ബെനിഫിഷ്യർസിനോ ആ ഒരു യോഗ്യതയുമായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു അവസരം അല്ലെ അതിനുള്ളൊരു അവസരം തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെയുള്ള സർക്കുലറും മറ്റുമൊക്കെ ഇറക്കുന്നത്. ഓക്കെ, എന്നിട്ടോ the staff can either direct them to apply directly or recommend them to the HR manager, since the chances genuinely of such aspirants will be on the higher side. അപ്പൊ ഒന്നുകിൽ ഇപ്പൊ എനിക്ക് പരിചയമുള്ള ഒരാളാണ്, ഒരു വാക്കൻസി വന്ന് എനിക്കിപ്പോ എന്റെ സുഹൃത്തിനെ വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഒന്നുകിൽ എനിക്ക് അവരോട് പറയാം നിങ്ങൾ നേരിട്ട് പോകുന്ന ഒരു അപ്ലിക്കേഷൻ കൊടുക്കാൻ പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നേരിട്ട് ഇയാളെ നമുക്ക് നേരിട്ട് മാനേജ്മെന്റിന്റെ മുമ്പിൽ കൊണ്ട് റെക്കമെൻഡ് ചെയ്യാം. അങ്ങനെയും ചെയ്യാമല്ലോ. ഒന്നുകിൽ അയാൾ നമ്മുടെ സുഹൃത്തിനോട് പറയാം ഇങ്ങനെ ഒരു വാക്കൻസി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആളെ പഠിച്ച് റെക്കമെൻഡ് ചെയ്യാം, മാനേജ്മെന്റിന്റെ മുമ്പിൽ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എന്താണ് ഇവിടെ പറയുന്നത്, എക്സിസ്റ്റിംഗ് മാനേജ്മെന്റ് പേഴ്സണൽ, മാനേജർ ഓർ എ സ്റ്റാഫ് മെമ്പർ റെക്കമെൻഡിംഗ് എ റോങ് ഓർ ഫ്രോഡ് കാൻഡിഡേറ്റ് does not arise fearing the tarnishing of his image in case it is not found genuine even in the later stage. പക്ഷെ അവിടെ ഒരു റിസ്ക് ഉണ്ട്. എന്താണെന്നറിയോ റിസ്ക്? നമ്മൾ ഒരാളെ റെക്കമെൻഡ് ചെയ്യുമെന്ന് വിചാരിക്കും, നമ്മൾ ഈ റെക്കമെൻഡ് ചെയ്യുന്ന ചിലപ്പോൾ നമ്മുടെ സുഹൃത്തായിരിക്കാം, നമ്മൾ അവരെ റെക്കമെൻഡ് ചെയ്യാണെന്നിരിക്കും. പക്ഷെ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുവരുന്ന ആള് മാനേജ്മെന്റിന് മുമ്പ് നമ്മൾ റെക്കമെൻഡ് ചെയ്തു, അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫ്രോഡ് പിന്നീട് ചെയ്യുകയാണെങ്കിൽ തട്ടിപ്പോ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ അത് ആരെയും കൂടെ ബാധിക്കും, റെക്കമെൻഡ് ചെയ്യുന്ന വ്യക്തിയെ കൂടെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാനാണ് ഒരാളെ റെക്കമെൻഡ് ചെയ്ത് വിട്ടു, പക്ഷെ അയാൾ ജോലിയിൽ കയറിയപ്പോ പല ഫ്രോഡുകളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അയാളെ റെക്കമെൻഡ് ചെയ്തത് ഞാനായതുകൊണ്ട് എനിക്കതിന്റെ ഒരു റിസ്ക് വരും അല്ലെ. എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് പിന്നീട് മാനേജ്മെന്റിന്റെ മുമ്പിൽ ഞാൻ ചിലപ്പോൾ ഉത്തരം പറയുന്ന ഒരു അവസ്ഥ വരും. അങ്ങനെയുള്ള റിസ്ക് ഉണ്ട് അതിനകത്ത് കേട്ടോ. ഇന്നത്തെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പേഴ്സണൽ റെഫറൻസ് ഓഫ് മാനേജ്മെന്റ് ഒരു സ്ഥലത്ത് മാനേജ്മെന്റ് നേരിട്ട് റെഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ റെക്കമെൻഡേഷനിലൂടെ നമുക്ക് എന്ത് ലഭിക്കാം, എംപ്ലോയീസിനെ ലഭിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത പോയിന്റുകള് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും
ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും ക്ലിയർ അല്ലേ? പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണ് മാം. ക്ലിയർ. ക്ലിയർ ആണ്. ശരി, നമുക്ക് ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.